ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി അഥവാ കൊഞ്ച് ബിരിയാണി. ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീനെ കൊഞ്ചെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണി. അപ്പം ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ റൈസ് നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച്, അതായത് നമ്മൾ ദമ്മ് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് എണ്ണയും നെയ്യും കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഓയിലിൽ തന്നെ കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. പിന്നെ കൊഞ്ച് അഥവാ നമ്മുടെ ചെമ്മീനെ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, പിന്നെ ഉപ്പ്, കുറച്ച് നാരങ്ങാനീര് ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇട്ട് വറുത്ത് പൊരിച്ച് എടുക്കുന്നു. അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ഈ സെയിം എണ്ണയിലേക്ക് നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ചേർത്ത് മിക്സ് ചെയ്യുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർക്കുന്നു, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ചേർക്കുന്നു. അതിനുശേഷം തക്കാളി ചേർക്കുന്നു. പിന്നെ പിന്നെ വരുന്നതാണ് നമ്മുടെ പൊടികൾ. അതായത് ഞാൻ ഇതിൽ പൊടികളിൽ മുളക് പൊടി ചേർത്തില്ല കേട്ടോ. ഞാൻ കൂടുതലും ചേർത്ത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെയും കുരുമുളക് പൊടി, പിന്നെന്താണ് കറിവേപ്പില ചേർത്തു, മല്ലിയില ചേർത്തു, പുതിനയില ചേർത്തു. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, അതിനകത്ത് കുറച്ചിട്ട് കൊടുക്കുക, കുറച്ച് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് തൈര് ആഡ് ചെയ്യുക, മിക്സ് വീണ്ടും നന്നായിട്ട്. പിന്നെ ഉപ്പ് നോക്കുക, ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ അതിനകത്തിട്ട് തട്ടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ ഈ ചെമ്മീന് മസാല പുരട്ടി വെച്ചപ്പം കുറച്ച് വെള്ളം ഇറങ്ങിയായിരുന്നു, അതും ഞാൻ തന്നെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസ് നിരത്തി കൊടുക്കുക അതിൻ്റെ പുറത്ത്. അതിനുശേഷം അതിൻ്റെ പുറത്ത് ഞാൻ ഈ പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കളറിന് വേണ്ടി എടുത്തായിരുന്നു, അപ്പോൾ അതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, പുതിനയില, മല്ലിയില അത് ആഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യുക, കാഷ്നട്ട് ആഡ് ചെയ്യുക, മുന്തിരി ആഡ് ചെയ്യുക, കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക, കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് മൂടി വെച്ച് കുറച്ച് നേരം ദം ചെയ്ത് വെക്കുക. എന്നിട്ടെടുത്ത് കഴിച്ച് നോക്കി കേട്ടോ. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു.